പെന്തക്കോസ്ത്, യേശുവേ നന്ദി, ഹല്ലേലൂയ ഹല്ലേലൂയ. എൻ്റെ മകന് വേണ്ടിയിട്ടാണ് ഞാൻ സാക്ഷ്യം പറയണത്. അവൻ +2 പഠിക്കുമ്പോൾ ഞാൻ വന്ന് സാക്ഷ്യം പറയാമെന്ന് നേർന്നായിരുന്നു. ബ്രദർ പറയാൻ പറ്റുന്നില്ല. ഈ സഹോദരിക്ക് ആദ്യമായി സ്റ്റേജിൽ കയറിയതിൻ്റെ വിഷമമാണ്. എനിക്ക് സാക്ഷ്യം പറയാൻ അറിഞ്ഞുകൂടാ, ചേച്ചി എന്നെ ഒന്ന് സഹായിക്കണം എന്ന് പറയുകയുണ്ടായി. അവരുടെ സാക്ഷ്യം ഇപ്രകാരമാണ്: മകൻ +2 പഠിച്ചുകൊണ്ടിരുന്ന ഈ കാലഘട്ടത്തിൽ സിഗരറ്റിനും മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായ വിവരം ഈ അമ്മ അറിയാൻ ഇടയായി. ഇത്രയും പ്രായത്തിലായിരിക്കുന്ന മകനെ ഉപദേശിച്ചിട്ട് കാര്യമില്ല എന്ന് ഈ അമ്മയ്ക്ക് ബോധ്യമായപ്പോൾ അമ്മ നമ്മുടെ IMS അമ്മയുടെ മുമ്പിലേക്ക് കടന്നു വന്ന് പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചു. ജോയ് ബ്രദറിൻ്റെ വണ്ടിയിലാണ് ഈ സഹോദരി ഇവിടെ എത്തിച്ചേരുന്നത്. ജോയ് ബ്രദർ പറഞ്ഞു, ഇവിടെ വന്ന് പ്രാർത്ഥിക്കുക, കാര്യം അമ്മ നന്നായി നടത്തി തരുമ്പോൾ സാക്ഷ്യം പറയുക എന്ന്. ഇത് പ്രകാരം ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ആ എല്ലാവിധ ദുശീലങ്ങളിൽ നിന്നും വിടുതൽ പ്രാപിക്കുകയും +2 പരീക്ഷ വിജയകരമായി പൂർത്തിയാക്കുകയും ഇപ്പോൾ എറണാകുളത്ത് ഏവിയേഷൻ്റെ ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. സർവശക്തനായ ദൈവം ഈ കുടുംബത്തിന് ചൊരിഞ്ഞ ഈ വലിയ അനുഗ്രഹത്തെ ഓർത്തുകൊണ്ട് നമുക്ക് ഒരു വചനം ശ്രവിച്ചുകൊണ്ട് നന്ദി പറയാം. എഫേസുകാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 18-ാമത്തെ വാക്യം: നിങ്ങൾ വീഞ്ഞു കുടിച്ച ഉന്മത്തരാകരുത്, അതിൽ ദുരാസക്തിയുണ്ട്, മറിച്ച ആത്മാവിനാൽ പൂരിതരാകുവിൻ. ഈ അമ്മ വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിച്ചത് ഇവിടെ വന്ന് അമ്മയുടെ നടയിൽ തിരുക്കുമാരൻ്റെ കൈകളിലേക്ക്, കെട്ടുകൾ അഴിക്കുന്ന മാതാവിൻ്റെ മുമ്പിലേക്ക് തൻ്റെ ജീവിതത്തിൻ്റെ കെട്ടുകൾ കൊടുത്തപ്പോൾ അമ്മ ആ ഓരോ കെട്ടുകളും അയച്ചയച്ചു കൊടുത്തു. അതിൻ്റെ കെട്ടുകൾ വിടുവിച്ചു കൊടുത്തു. പരിശുദ്ധ അമ്മ നൽകിയ ഈ വലിയ അനുഗ്രഹത്തെ ഓർത്തുകൊണ്ട് നമുക്കൊന്ന് ചേർന്ന് സ്തുതിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ.